Audience. എന്താണ് പരിപാടി? ഞാൻ ഇതെല്ലാം ഇങ്ങനെ പറക്കി കൂട്ടിയിടുമായിരുന്നു തങ്കം. നമ്മൾ ശ്രദ്ധിക്കാരനത് ഇങ്ങനെ കിടന്ന് വാഴായി പോകൂലേ. അങ്ങനെ ലില്ലി ആരെങ്കിലും വന്ന് കുനിഞ്ഞെന്നതെല്ലാം എടുക്കുകയെല്ലാം ചെയ്യും. എല്ലാം കിടന്ന് നശിച്ചു പോകണത് പിന്നെ നിനക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യണല്ലേ. ഒരു തേങ്ങ കിട്ടാൻ എന്താ വഴി? തേങ്ങയാ? ഓ, തങ്കം, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. നീ എന്നെ മടുത്തോടി? നീ എന്നെ മടുത്തോന്ന്? ഇല്ല, ഇപ്പം മടുത്താലും അതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. എന്നെപ്പോലെ ജോലിക്ക് പോവാത്ത, കുടുംബത്തിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതെ, അല്ലെങ്കിൽ ഭാര്യയുടെ മക്കളുടെ വിഷമങ്ങൾ എന്തെന്നറിയാത്ത എന്നെ നീ എന്നല്ല ഇപ്പം ഏത് വേണ്ടായാലും മടുക്കും എന്ന് വലിയ കാര്യമില്ല. ഇങ്ങനെ ഓടിക്കൊണ്ട് കിടക്കല്ലേ നാട്ടുകാരെ നന്നാക്കാനായിട്ട്. പക്ഷെ തങ്കം, നീ ഒരു സാധാരണ സ്ത്രീ അല്ലടി. നീ ചെങ്കടലാണ്, നീ തീയാണ്, നീ പക്ഷിയാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ ദൈവമാണ് നീ. സത്യം. നിങ്ങൾക്ക് എന്താ പറ്റി? എവിടെയെങ്കിലും തലയിടിച്ച് വീണ? അത് പോ തങ്കം, എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞ ചുമ്മാ തമാശയാക്കല്ലേ. എനിക്കറിയാം തങ്കം, ഇന്നേ വരെ ഞാൻ നിനക്ക് വേണ്ടി ഒരു സമയം ഇങ്ങനെ മാറ്റി വെച്ചിട്ടില്ലല്ലോ. ഒരു ടൂർ പോയിട്ടുണ്ടോ? ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? സ്നേഹത്തോടെ നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ കുറേ സമയം മാറ്റി വെക്കാൻ പോകേണ്ടത്. വാ, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. നമുക്കേ ഈ ഉദ്യാനത്തിലിരുന്ന് കുറേ നേരം വർത്താനം പറയാം. വേറെ ആരും വേണ്ട, ഞാനും നീ മാത്രം മതി. നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തങ്കം. എന്താ പറ്റിയേ? മറക്കാൻ പറ്റാത്ത രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ അവരെ നല്ലപോലെ നോക്കണം. അവരെ വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് നോക്കണം. അപ്പം ഞാൻ മാനത്തൊരു നക്ഷത്രമായിട്ട് ഇങ്ങനെ നിന്ന് അത് കണ്ട് സന്തോഷിക്കും. പക്ഷേ നീ വിഷമിക്കണ്ട, നമ്മുടെ മക്കളെ പഠിത്ത കാര്യമൊക്കെ നോക്കാനായിട്ട് ഒരാൾ വരും, ഒരു ദേവദൂതൻ. എനിക്കുറപ്പുണ്ട് അങ്ങനെ ഒരാളെ ദൈവം അയക്കും, എന്നെ ദൈവം നിയോഗിച്ചതുപോലെ. നിങ്ങൾ എന്തിനു നിയോഗിച്ച്? മെഡിക്കൽ കോളേജിൻ്റെ 16-ാം വാർഡ് 27-ാമത്തെ ബെഡിൽ DDT പാർട്ടി പ്രവർത്തകൻ കല്ലാമ സതീഷിൻ്റെ അച്ഛൻ ഹാർട്ട് സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. തൊട്ടടുത്തുള്ള ബെഡിൽ തീരെ അവശനായിട്ടൊരു ആൾ കിടക്കുക. അയാളുടെ കാൽക്കലിരുന്നു കൊണ്ട് ഒരു പെൺകുട്ടി പുസ്തകം വായിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കണ്ണീര് ഒഴുകി വരികയാണ്. എന്തോന്നടാ? അല്ല, കഥാപ്രസംഗം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മ്യൂസിക് വേണ്ടേ? ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൗരവമായിട്ട് എന്തെങ്കിലും സംസാരിക്കണേനിടയിലും അങ്ങനെ തങ്കം, ആ പെൺകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എന്താ മോള് പഠിക്കണേ? അപ്പോൾ അങ്കിളെ ഞാൻ +2 പഠിക്കുകയാണെങ്കിലേ, പരീക്ഷയാണ്, ഫീസ് അടിക്കാൻ നിവൃത്തിയില്ല, അച്ഛൻ്റെ കുടുംബമൊന്നും നോക്കാതെ മദ്യപാനമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. എൻ്റെ അമ്മ അടുത്ത വീട്ടു ജോലി ചെയ്താണ് എന്നെ പഠിപ്പിക്കണത്. പക്ഷെ അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ശ്വാസം വിട്ടായിട്ട് അമ്മയ്ക്ക് നിവൃത്തിയില്ല. അങ്ങനെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലാണെങ്കിലേ ഞാൻ പഠിച്ചിട്ട് കൊച്ചിൻ്റെ കണ്ണീര് ആ പുസ്തകത്തിൽ വീണ് കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ തങ്കം, എൻ്റെ മുത്തിനെ എനിക്ക് ഒരു നിമിഷം ഓർമ്മ വന്നു. ഞാൻ ഈ പറഞ്ഞാലും ഒരു സ്പൂണ് പോലും നുണയൊന്നും ചേർത്തിട്ടില്ല, ഉള്ള സത്യമാണ് പറഞ്ഞത്. ആ കൊച്ചിൻ്റെ 7500 രൂപ ഫീസ് ഞാൻ അടച്ചോളാന്ന് വാക്ക് കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത്. സൂപ്പർ 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 സൂപ്പർ. നാളെ കൊടുക്കണം തങ്കം, അല്ലെങ്കിൽ എൻ്റെ മാനം പോവേ. വാക്കല്ലേ വലുത്. നാപ്പത്തല ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഇവിടെ നടത്തിയ കഥാപ്രസംഗം അവിടെ പോയി നടത്തിയ 7500 കിട്ടിയില്ലെങ്കിൽ ഒരു 3000 ഒപ്പിക്കാൻ പറ്റും. മരം എൻ്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട. കാര്യമില്ല, പെട്ടെന്ന് വാ. എങ്ങോട്ട്? ഇവിടെ ഇറങ്ങി 4 പേരുടെ ഇറന്നാലേ നാളെ പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല, എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക, ഈ വാഗ്ദാനം കൊടുക്കുന്നവരല്ല ദാനം കൊടുക്കുന്നത്. കൈ വല്ലതും ഉണ്ടെങ്കിലേ കയറി ദാനം കൊടുക്കാവൂ. ഒരു ഗതിയും പരഗതി ഇല്ലാത്ത മറ്റം എന്തിനാ ഇതൊക്കെ കയറിയേക്കുന്നത്?
മനസ്സുണ്ടല്ലോ. പക്ഷെ അത് കാര്യമില്ലല്ലോ. എൻ്റെ ക്ലീറ്റോ ചേട്ടാ, ആകെപ്പാട് ഈ 2 വളയേ എനിക്കുള്ളത്. ഇവിടെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് ക്ലീറ്റോ ചേട്ടൻ അറിയാലോ. അപ്പോഴൊന്നും ഏട്ടനെ ഈ വള ചോദിക്കാത്ത എന്താണെന്നറിയോ? എൻ്റെ കൈ ഒഴിഞ്ഞു കിടക്കൂലോ എന്ന് വിചാരിച്ചിട്ടാ. നീ അതും പറഞ്ഞ എന്നെ കൈ ഒഴിയല്ലേ ലില്ലി മോളെ. എനിക്ക് തരാൻ പറ്റത്തില്ല. ഞാൻ ഇത് ഊരി തന്നിട്ട് ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് എന്ത് പോയി പറയും? ലില്ലി മോളെ, നിന്റെ ഉള്ളിലെ മനുഷ്യത്വം മരിച്ചുപോയി കേട്ടാ. നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നീ അവൻ്റെ കൂടെ എന്ന് കൂടി അന്ന് പോയി നിന്റെ മനുഷ്യർ. പപ്പ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. പപ്പ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു തന്നിട്ടുള്ളത്. സഹജീവികളുടെ സങ്കടം കണ്ടിട്ട് നമ്മൾ അവരോട് സഹതപിക്കണമെന്നല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്റെ നിവൃത്തികളുണ്ടല്ലോ. നീ എൻ്റെ കാര്യം മനസ്സിലാക്ക്. ആ കൊച്ചിന്റെ കരച്ചിലുണ്ടല്ലോ ലില്ലി മോളെ, എൻ്റെ ഹൃദയത്തിൽ ഇത് പോയിട്ടില്ല. ഓ ആണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ മുത്ത് എത്ര പ്രാവശ്യം ഫീസ് അടക്കാനില്ലാതെ ഇവിടെ കിടന്ന് കരഞ്ഞിട്ടുണ്ട്? ആ കൊച്ചിനെ എത്ര ദിവസം നമ്മുടെ ക്ലാസ്സിന് പുറത്താക്കിയിട്ടുണ്ട്? അപ്പോഴൊന്നും ആ കരച്ചിലൊന്നും ക്ലീറ്റോച്ചന്റെ ഹൃദയത്തിലോട്ട് കയറിയില്ലേ? ആ ചേച്ചി എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട് ഫീസ് അടക്കാതെ? ചിന്തിക്കരുത്. ഞാൻ ചിന്തിക്കും. ക്ലീറ്റോ ചേട്ടനെ ആദ്യമേ വീട്ടുകാര്യം നോക്കുക, എന്നിട്ട് വേണം നാട്ടുകാരെ നന്നാക്കാൻ ഇറക്കണം. വീട്ടുകാര്യം നോക്കാം. ഇപ്പൊ മുത്തിന്റെ ഫീസ് അടച്ചില്ലെങ്കിൽ മുത്തിന് ഫീസ് അടക്കി അവിടെ നീയുണ്ട്, കനകനുണ്ട്, അമ്മാവനുണ്ട്, അമ്മയുണ്ട്, തങ്കമുണ്ട്. അതുപോലെയാണ് ആ കൊച്ചിന് ആരുമില്ല. ആ കൊച്ചിന്റെ അച്ഛനോടല്ല. ഞാനേ കൊച്ചുങ്ങളൊന്നും ഒന്നിനും വേർതിരിച്ച് കണ്ട് എല്ലാം നമ്മളെ മക്കളെ പോലെയാണ്. നാട്ടിൽ കഷ്ടത അനുഭവിക്കണം, എല്ലാ മക്കളെയും സഹായിക്കാന്നുള്ളതാണ് എന്റെ ലില്ലി മോളെ. ആ കൊച്ചിന്റെ കരച്ചിൽ കണ്ട ഒരു തന്ത ആരുണ്ട് അതിന്? ഒരു തന്ത എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. ആ ഫുൾ ടൈം കുടിച്ചതായി ഇപ്പോൾ ഏതോ വണ്ടി ഇടിച്ചിട്ടാണ് ആശുപത്രി വന്ന് കിടക്കുന്നത്. ആ തള്ളയാണെങ്കിൽ മറ്റു വീടുകളിൽ പോയി പാത്രം കഴിയും. അവർക്ക് ശ്വാസം മുട്ടുള്ളതാ. കൊച്ചിനിപ്പോൾ ഫീസ് അടയ്ക്കണം. അതല്ലേ ഞാൻ ആശുപത്രിയിൽ എല്ലാവരും മുമ്പ് വെച്ച് വാക്ക് പറഞ്ഞു പോയി. വാക്ക് കൊടുത്തെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് തരാൻ പറ്റുമോ? ക്ലീറ്റോ ചേട്ടന് വേറെ കുറെ പാർട്ടിയില്ല, മറ്റേ അവരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ പോയി ചോദിക്കും. ഇത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ എന്നെ സഹായിച്ചു. ഞാൻ ഈ ക്ലീറ്റോ ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് വന്ന് പറയും, ഞാൻ എടുത്ത് എന്തെങ്കിലും സഹായിക്കും, പിന്നെ ഏട്ടന്റെ വായിരിക്കുന്ന എനിക്ക് കേൾക്കേണ്ടി വരും. സത്യമായിട്ട് എന്റെ ഇല്ല, എനിക്ക് തരാൻ പറ്റത്തില്ല ക്ലീറ്റോ ചേട്ടൻ. ഈ ഒരു പ്രാവശ്യത്തേക്കൂടെ നീ വള തന്നേ പറ്റുള്ളൂ. വളത്തിന് ക്ലീറ്റോ ചേട്ടൻ എന്നിട്ട് അങ്ങോട്ട് പോയാ? നിനക്ക് തലയ്ക്കല്ലോ വളത്തിന് വേണ്ടിട്ട് വളത്തിന് വേണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെന്താ അവര് പറഞ്ഞത്? ക്ലീറ്റോ ചേട്ടൻ തരത്തില്ലെന്ന് പറഞ്ഞാ? അയ്യോ എന്റെ ലിലിയോളെ, എന്നിട്ട് എന്റെ അടുത്ത് പൂരാട ശശി വെല്ലുവിളിച്ച് വളം അവിടുന്ന് തരാൻ പറ്റൂലെന്ന്. നമ്മളെ കൃഷി ഓഫീസിൽ പോയപ്പോ ഇപ്പൊ ഞാൻ നോക്കുമ്പോ അവിടെ നിറയെ ഇരിപ്പുണ്ട്, വളമുണ്ട്, നമ്മുടെ കമ്പോസ്റ്റ് ഇരിപ്പുണ്ട്, അയ്യാറട്ട് അത് ഇത് എല്ലാം ഇരിപ്പുണ്ട്. പൂരാട ശശിയുടെ കളിയാണ്. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ നേരെ തിരുമലയുള്ള കൃഷിഭവനിൽ പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ആവശ്യമുള്ള സാധനം ഇരിപ്പുണ്ട്. അവിടെ നിന്ന് വളമെല്ലാം എടുത്ത് നേരെ അമ്മാവനോട് കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്ത്. പക്ഷേ ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുമലത്തെ കൃഷിഭവനിൽ ആ വളമെല്ലാം നമ്മൾ എടുത്ത വളം തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് നീ ഇപ്പൊ എനിക്ക് ഒരു പ്രാവശ്യത്തേക്ക് വളം ഒന്ന് തന്ന് സഹായിച്ച നിന്റെ മറ്റേ കൂട്ടുകാരിയുടെ ആർക്കോ കടയുണ്ടല്ലോ, കിട്ടാൻ വഴിയില്ല അല്ലേ? അതില് തെങ്ങിന്റെ വളം വാഴയ്ക്ക് ശരിയില്ല, തെങ്ങിനുള്ള വളമേ വാഴയ്ക്ക് ചേരൂല. അങ്ങനെ ഉണ്ടായിരിക്കും. ഭയങ്കര ചൂട് കേട്ടാ. ഞാൻ പറഞ്ഞല്ലേ? സത്യമാണ് ഏട്ടാ, ക്ലീറ്റോ ചേട്ടൻ എവിടുന്നോ വളം വാങ്ങിച്ച്, അപ്പൊ പിന്നെ അതെന്തോ തിരിച്ചു കൊടുക്കാൻ നേരത്ത് എവിടുന്നോ വളം കിട്ടിയില്ലെന്നാ. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് മറ്റേ വളത്തിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ ചോദിക്കാവോന്ന് ചോദിച്ചു. ഒന്നുമില്ല, അതിപ്പോ ഇത്ര ഓൾറെഡി ഇപ്പൊ വെച്ചേക്കണ വളം എന്തായാലും ഈ തെങ്ങിന് ചേരൂല, അത് വാഴക്കേ ചേരുള്ളൂ. അത് കൂട്ടുകാരെ വിളിച്ച് പറയുമല്ലോ, അത് ഞാൻ വിളിച്ചു പറയണം. വേണ്ട, ഈ ഓരോന്നും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്, മനസ്സിലായല്ലേ? ഓരോന്നും നമ്മൾ ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ്. അമ്മ, എനിക്ക് അമ്മയുടെ അടുത്തൊരു സ്വകാര്യം പറയാനുണ്ടായിരുന്നു കേട്ടാ. എന്തോന്ന് സ്വകാര്യം? അതായത് പിന്നെ പലരും തെങ്ങ്, വാഴ, വളം 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 എന്നൊക്കെ പറഞ്ഞ് വരും. സൂക്ഷിക്കണം. കയ്യില്, കാതില്, കഴുത്തില് കിടക്കണൊക്കെ സൂക്ഷിക്കണം. ഓ, ഞാൻ സൂക്ഷിക്കാടാ. അല്ല, നീ ഇപ്പൊ എവിടെ പോണ്? ആ സുരേഷിന്റെ കൊച്ചിനല്ല സുഖമല്ലമ്മ. അപ്പൊ അവനെന്തോ അത്യാവശ്യമായിട്ട് പോണം, കുറച്ചു നേരം കൂടെ ഇരിക്കണം, വൈകുന്നേരം ആവും വരാനായിട്ട്. വൈകുന്നേരം ആവും അല്ലേ? നമുക്കെല്ലാം മേടിക്കണ്ട? അല്ല വേണ്ട, നീ പോയിട്ട് വാ, വൈകിട്ട് എത്തുമല്ലോ. ഞാൻ മറ്റേ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, സൂക്ഷിക്കണേ, ആരെ വിശ്വസിച്ചൂടാ. ശരി അമ്മ, ഞാൻ പോട്ടെ. അല്ല, നിനക്കെന്തോന്നാ സ്വകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ പോണാ?
ഒന്നുമില്ല. അല്ല നിനക്ക് എന്താ സ്വകാര്യം പറയാനുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളു. അത് നമ്മളെ DDT പാർട്ടിയെ ഇവിടെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അമ്മ വേണമെങ്കിൽ അവിടെ വന്നാൽ ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എന്നാണ് പരിശോധിക്കുന്നത് നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ വരാം. ബുധനാഴ്ചയാണ്. അല്ലടാ നീ സ്വകാര്യം എന്ന് പറഞ്ഞാൽ അതാ ഇതാണ് സ്വകാര്യം. നിനക്ക് കുറച്ച് പറഞ്ഞാലെന്ത്? സ്വകാര്യം എന്നല്ല ഞാൻ പറഞ്ഞത്, സൗകര്യമായിട്ടൊരു കാര്യം പറയണമെന്ന് പറയായിരുന്നു. സൗകര്യമായിട്ട് അതൊക്കെ പറഞ്ഞത് ക്യാമ്പിന് പറഞ്ഞ കാര്യമാണ്. അത് ശരി. ശരി അമ്മ. എന്തൊക്കെ കാണിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയാം ഇതുകൂടെ അങ്ങോട്ടൊന്ന് നോക്കിയാലേ ഒഴുങ്ങിയാന്നേരി മനുഷ്യൻ അങ്ങോട്ടൊന്ന് കേട്ടോ. ഓ പിന്നെ ഇപ്പൊ അതിനകത്ത് കയറി ലക്ഷങ്ങളങ്ങ് കൊയ്തെടുക്കാൻ ലുലു മാളല്ലേ. അതെ ആലോചിക്കുന്നേ ആയിക്കോട്ടെ. രാധേണ്ണ ഉണ്ടെങ്കിൽ എനിക്കൊരു 7500 രൂപ കടമായിട്ട് താ. 1000 രൂപ പോലും മിക്കിയാൽ പിന്നെ എന്തിനു ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത്? ഒരു സമയം പോക്ക്. ഓ എന്തറിയാം, മക്കളെല്ലാം അങ്ങ് കാനഡയിലും ഓസ്ട്രേലിയയിലും ഒരാൾ. അവരുടെ കാര്യം നമുക്ക് തണ്ടവാരും പറയണേ, ചുമ്മാ ഇതൊക്കെ പറയണേ. അൻസാറേ നീ നിന്റെ ബഷീറുമായി പോയി കണ്ടിട്ട് ഒരു 7500 എങ്ങനെയെങ്കിലും മറിച്ച് താടേ. എന്തിനാണ് അളിയ ഈ വയ്യാത്ത വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത്? പറ്റുന്ന കാര്യമല്ലേ ഏക്കാവൂ. ഇവിടെ ആ ഒരു കൊച്ചു കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് അതിന് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ ഞാനത് ഏറ്റത്. ഇവിടെ എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഞാൻ മാമാടുത്ത് ചോദിച്ചു വെച്ചേക്കുന്നു. ഇനി അതിൻ്റെ കൂട്ടത്തിലൊന്ന് കൂട്ടി ചോദിച്ചു നോക്കാം, കിട്ടുവാണെങ്കിൽ തരാം. എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, മാമാടുന്ന് ഒരു 15 രൂപയായിട്ട് വാങ്ങിര്. 7500 എനിക്കിതാ, 7500 നീ എടുക്ക്. അളിയ അങ്ങേര് തരത്തൊന്നുമില്ല, എനിക്ക് ഉറപ്പൊന്നുമില്ല. ഒരു 2500 രൂപ ഗ്യാരണ്ടി. അത് കിട്ടിയാൽ നോക്കട്ടെ, ഞാൻ ചോദിച്ചു നോക്കാം. കിട്ടിയാൽ നോക്കൊന്ന് ചോദിച്ചു നോക്കാം. വെറുതെ ഓരോ കാര്യങ്ങളുണ്ടാക്കും. അതെ രാധണ്ണ, 7500 രൂപയൊന്നും തരണ്ട. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണമില്ല. ഒരു സോഡ നാരങ്ങ കടം തരാമോ? തരാം. അതാ തൊണ്ട വരണ്ടു, വല്ലാത്തൊരവസ്ഥയിലാണ് മനുഷ്യൻ. ഭയങ്കര ചൂടല്ലേ. അതന്നെ നാരങ്ങളും എടുക്കും. സോഡാ നാരങ്ങളായിക്കോട്ടെ. നിനക്ക് വേണോ? പൈസ ഞാൻ കൊടുക്കേണ്ടി വരുമോ? പൈസ നീ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. എന്നാ പിന്നെ 2 സോഡ നാരങ്ങ ഉപ്പിട്ട് അല്ലേ? സുഖം തന്നെയല്ലേ? ഓ സുഖം സുഖം, ഭയങ്കര സുഖം. ഹലോ, മുറിക്കാൻ വരണ്ടെന്നാ? ഇടാ അത് എല്ലാം പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്തല്ലേ? ദിവസം കൊള്ളൂലെന്നാ? ഇടാ ഈ മരം മുറിക്കുന്നതൊക്കെ ആരെങ്കിലും ഒക്കെ ദിവസം നോക്കൂടാ. ഞാൻ നിന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ അവർക്ക് ഇന്ന് ഉരുപ്പടി കൊടുക്കാന്ന് പറഞ്ഞു. നല്ല ഉരുപ്പടി തടിയെ കൊടുക്കേണ്ടതാണ് ഞാൻ. ഇനിയിപ്പോൾ അവരോട് ഞാൻ എന്ത് പറയും? വേറെ എവിടെയെങ്കിലും നിന്റെ അറിവിൽ ഇന്ന് മുറിക്കാൻ പറ്റിയ തടി വല്ലതും ഉണ്ടോ? ഇല്ലേ? നീ എവിടത്തെ കച്ചവടക്കാരൻ്റെ? വെറുതെ ഈ വെയിലത്ത് അവിടെ അങ്ങറ്റം വരെ വന്ന് ഞാൻ നോക്കി എല്ലാം സെറ്റ് ചെയ്ത് അതിനെ മുറിച്ച് ഇന്ന് വൈകുന്നേരം എനിക്ക് കൊടുക്കാനുള്ളതാണ്. നീ എൻ്റെ കണ്ണുമുന്നി വരല്ലേ, കൊന്നുളയും നിന്നെ. വെച്ചോ. എങ്ങനെ പോണു കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. പറഞ്ഞത് ഞാൻ തരണത് നിൻ്റെ കയ്യിൽ. ഇത് രണ്ടുപേർക്കും ഉണ്ട്. ഉണ്ടോ? കച്ചവടത്തിൻ്റെ കാര്യമൊന്നും പറയണ്ടെന്നേ. പണ്ടത്തെ പോലെ ഒന്നും വലിയ ലാഭമൊന്നുമില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാങ്ങിച്ച് കൊണ്ടൊക്കെ തിരിച്ച് മറിച്ചും കൊടുത്താലും വല്ലതും കിട്ടും. ഇന്ന് മുറിച്ച് തടി കഷ്ണമാക്കി കൊടുത്താൽ പോലും കിട്ടില്ല. ഇല്ലാത്ത അവസ്ഥ. എന്തൊരു കൊട്ടേഷൻ്റെ എന്തോ പറഞ്ഞു തടിയുടെ? അത് അപ്പുറത്തെ കവലയിലും കുറച്ച് തടി ഉണ്ടായിരുന്നു മരം. വൈകുന്നേരം ഒരു പാർട്ടിക്ക് കൊടുക്കണം. ചീറ്റിപ്പോയത്? ചീറ്റിയൊന്നും പോയില്ല. അവരിന്ന് മുറിക്കാന്ന് പറഞ്ഞെല്ലാം സമ്മതിച്ചിട്ട് ഇപ്പം എന്തോ ദിവസം കൊള്ളൂല എന്ന് മുറിക്കണ്ടെന്ന്. ഓ ശരി. എന്ത് ചെയ്യാന്ന് പറയും? റഹീമേ, എൻ്റെ പരിധിയിൽ വരണ കുറച്ച് മരം നിപ്പുണ്ട്. തന്നെ അത്യാവശ്യം നിനക്ക് നിൻ്റെ ആവശ്യം നടക്കുമെങ്കിൽ ഞാനതുകൊണ്ട് കാണിക്കാം. പക്ഷേ ന്യായമായ വില തരണം. ഓഹോ, അത് ശരി. ഞാൻ ന്യായമായിട്ട് വില കൊടുക്കുന്നവനല്ലേ? 10-20 കൊല്ലമായിട്ട് ഈ കച്ചവടം ചെയ്യുന്നവനാ. ന്യായമായിട്ട് വില കൊടുത്തില്ലേ ആളുകൾ എനിക്ക് തരുമോ സാധനങ്ങൾ? ആണ് സംഭവമൊക്കെ ശരി തന്നെ. പിന്നെ എന്നാൽ പിന്നെ വെള്ളം കൂടി കുടിച്ചിട്ട് നമുക്ക് പോയി നോക്കാം. അതിൻ്റെ പൈസ കൂടെ കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഞാൻ കൊടുക്കാമെന്ന്. അതിനെ കൊടുക്കാൻ എവിടെയെങ്കിലും വെറുതെ അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഇരിക്കുന്നത് അല്ല. അത് എനിക്കറിയാൻ കൊടുക്കായി. ഇതുവരെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ പൈസ? അതിൻ്റെ പ്രത്യേകണം മഹാഗണി. പിന്നെ അതാ ഇതൊരു പ്ലാവ്. പിന്നെ നിൽക്കണ പ്ലാവ് അത്. പിന്നെ അതാ ഈ പുളി. ഈ പുളി ഈ പ്ലാവ് ആ പ്ലാവ് മഹാഗണി. 5 മരം. അല്ല ഇത് ഈ പുളി അതിലൊന്നും ചേർക്കാൻ ഒക്കില്ല. അത് വിറവിനെ പോവുള്ളൂ. പുളി വിറവിനെ പോകണം. വിറവ് ആരും വാങ്ങിക്കൂലേ? വിറവ് വാങ്ങിക്കണമെന്ന് വെച്ചാൽ വിറവിന് പൈസ ഉണ്ടാക്കിട്ടോ? തടിയുടെ പൈസ വിറവ് വാങ്ങിക്കാൻ വിറവ് കട ചെന്നാൽ ഫ്രീ ആയിട്ട് തരും. റൈമ നീ സംസാരം അതല്ലെന്നേ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. തടി വേറെ, വിറവ് വേറെ. വിറവ് എന്ന് പറഞ്ഞാൽ വിറവിൻ്റെ പൈസ. തടി അത് മാത്രമല്ല. അത് കണ്ട ആ പ്ലാവ് കണ്ട? എനിക്ക് ഒരു മിനിറ്റ്, നിങ്ങൾ ആ പ്ലാവ് നോക്കി. അതിൻ്റെ മൂട് മൊത്തം ഒരുമാതിരി തുരുമ്പ് പിടിച്ച് പോലെ ഇരിക്കുന്നുണ്ട്. എത്ര കിട്ടും അതിൽ നിന്ന്? അതിന് മേളിലോട്ട് തുരുമ്പെടുത്തിട്ടില്ല.
അത് ഇതൊക്കെ കൊണ്ടാണ് അത് നമ്മൾ മുറിക്കാൻ പോണത്. ഇത് ഇവിടെ ഒരു ഫ്ലാറ്റ് കെട്ടാൻ പോണത്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. പിന്നെ നീ രാവിലെ എൻ്റെ അടുത്ത് ചോദിച്ച് തടി വല്ലതും കൊടുക്കാറുണ്ടാന്ന് ചോദിച്ചുകൊണ്ടാണ് ഐശ്വര്യമായിട്ട് നിന്നെ കൊണ്ടുവന്ന് കാണിച്ചത്. വേറെ കച്ചവടക്കാരെ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ മരമുറിപ്പാരെ അറിഞ്ഞുകൂടാത്ത നീ പിന്നെ കച്ചവട ലെവലിൽ എന്നോട് സംസാരിക്കാതെ ന്യായമായിട്ട് എടുക്കാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ വില പറ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, പിന്നെ ഞാൻ നിങ്ങളെ ചോദിച്ചത് ഇത് എടുക്കാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചത്. അപ്പം നീ തമാശ വിട്ടിട്ട് കാര്യമായിട്ട് എൻ്റെ വിലകൾ പറ. എത്ര? ഞാൻ ഈ കണക്കിൻ്റെ കാര്യം ഞാൻ ഇപ്പം നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രം, ആ തടിയുടെ ഒരു അവസ്ഥ. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്രയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 ലക്ഷം രൂപ ഉദ്ദേശിക്കുന്നുണ്ട്. തരുമോ നീ? തരൂലല്ല. അപ്പം നിനക്ക് എടുത്തിട്ട് എന്ത് വില ന്യായമായിട്ട് തരാം എന്നുള്ളത് പറ. അത് പറഞ്ഞാൽ മതി. പറ. ഞാനൊരു വില പറയാം. ഒരു 20,000 രൂപ ഞാൻ അങ്ങ് തരാം. 20,000 രൂപയാണ്. പുളി മാത്രം മതിയാ? ലാഭം വേണ്ടേ? നീ ഒരുമാതിരി ആക്രി വില പറയല്ലേ. ന്യായമായിട്ട് നീ നേരത്തെ ആക്രി കച്ചവടം ആയതുകൊണ്ട് നീ അത് അങ്ങനെ പറയുള്ളൂ. നീ ന്യായമായിട്ട് വേണമെങ്കിൽ എടുക്കാൻ ഐഡിയ ഉണ്ടെങ്കിൽ വില പറയില്ലെങ്കിൽ വിട്, കച്ചവടം വിട്. അല്ല, ഒരു കാര്യം ചെയ്യും. ഞാൻ ഇപ്പം എൻ്റെ വില പറഞ്ഞല്ലോ, ഞാനൊരു പേരിട്ടല്ലോ, നിങ്ങളൊരു വില പറ. അപ്പോൾ എന്തെങ്കിലും എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഒരു കാര്യം ചെയ്യും. ആ, എല്ലാം കൂടെ ഒരു 75,000 രൂപ. 4 തേക്കും ഉണ്ടോ? 4 തേക്കും കൂടെ. തേക്ക് നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പോൾ തോക്കിക്കറി വെടി വയ്ക്കാതെ ഇതിന് ഐഡിയ ഉണ്ടെങ്കിൽ പറ. ഒരു 75 രൂപയാണെങ്കിൽ ഇത് എനിക്ക് എൻ്റെ മാത്രം എൻ്റെ അളിയനും കൂടെ അവകാശപ്പെട്ടാണ്. അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട. ഒരു 40 രൂപ, 10 രൂപ ചിലവുണ്ട്. ഇവിടെ നിന്ന് മുറിച്ചുറക്കി കൊണ്ടുപോകണേ, പിള്ളേരേക്ക് കൊണ്ടുവരണ്ടേ, വണ്ടി കൂലിയും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. പിന്നെ ഞാൻ ഇതിന് വേണ്ടി ഇങ്ങനെ മെനക്കെട്ട് ഇത് ഞങ്ങൾ ചെലവും കൊടുത്ത് വളം ഇട്ട് വളർത്തി വലുതാക്കിയ സാധനമാണ്. അത് ഞങ്ങൾക്കും കുറേ ചിലവായതാണ്. വളരെ ഉള്ളത്. അതാണ് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതാണ്. പിന്നെ എന്തോരം ചക്കയാണ് ഇത്, ഇതെല്ലാം ഉള്ളതാണ്. അതെല്ലാം തിന്നില്ലേ? തിന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഞങ്ങൾ. അതിനൊരു കഷ്ടപ്പാട്, എല്ലാത്തിനും കഷ്ടപ്പാടുണ്ട് റഹീമെ. ഒന്നും അങ്ങനെ സൂചിച്ച് സൗജന്യമായിട്ടൊന്നും കിട്ടൂല. ഈ ന്യായമായിട്ടൊരു വില പറ. പോട്ടെ, ഞാൻ നിനക്കായിട്ട് ഒരു 5 രൂപ കുറച്ച് തരാം. 70 രൂപ. ശരി, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമൊന്നുമില്ല. 50,000 രൂപ നിങ്ങൾ സമ്മതിച്ചു. 50,000 രൂപ. ഓ, നിങ്ങൾ സമ്മതിച്ചു. 50 രൂപ എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. പിന്നെ പോട്ട്, നമുക്ക് വേണ്ടപ്പെട്ട ഒരുത്തല്ലേ. നമുക്ക് ഇച്ചിരി നഷ്ടം വന്നാലും ഒരുത്തൻ നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ. അപ്പോൾ 50 രൂപ ഫിക്സ്. ഒരു അഡ്വാൻസ് എടു. അഡ്വാൻസ് മുറിക്കുമ്പം പൈസ മൊത്തത്തിൽ തന്നാൽ പോരെ? ഇവിടെ ഇപ്പം അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ മുറിക്കാൻ സമയത്ത് നിനക്ക് അത്രയും ബാധ്യത കുറഞ്ഞിരിക്കുമല്ലോ. നീ അപ്പോഴത്തേക്ക് അത്രയും കുറച്ച് തന്നാൽ പോരെ? നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു അഡ്വാൻസ് ഐശ്വര്യമായിട്ട് ഒരു 10 രൂപ അഡ്വാൻസ് എടു. 10 രൂപ ഇപ്പം തരാനില്ല, ഒരു 5,000 രൂപ അഡ്വാൻസ് തരാം. മതി. ഈ എന്തോന്നിടെ ഇത് ദാരിദ്ര്യം കാണിക്കണത്? നിനക്ക് തന്നെ തിന്നായത്. ഞങ്ങളാരും ഇത് ഇവിടുന്ന് എടുത്ത് തിന്നൂല. നീ മുറിച്ച് കൊണ്ടുപോകാനുള്ള സാധനമല്ലേ. ഒരു 10,000 രൂപ അഡ്വാൻസ് ഐശ്വര്യമായിട്ട് എടു. വേറെ ആവശ്യത്തിന് വെച്ച് 10,000 രൂപ ആവശ്യം, ഇതും ആവശ്യമല്ലേ? 10 ഉണ്ടാ? ഉണ്ട്. എണ്ണണ്ട ഉണ്ട്. വിശ്വാസം തന്നെ നിന്നെ. പിന്നെന്ത്? അത് കഴിഞ്ഞായിരുന്നു. അല്ല, ഇനിയിപ്പോൾ കുറച്ചുകൂടെ നോക്കാം നമുക്ക്. അല്ല, അതിനകത്ത് ടെൻഷൻ അടിക്കണ്ടായിരുന്നില്ല. എനിക്കതിനകത്തൊരു കുഴപ്പമില്ല. പിന്നെ അല്ല, നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. അല്ല, സർക്കാർ സർവീസ് ആകുമ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും വരുമല്ലോ. ഞാൻ വിളിക്കാം. നമ്മുടെ പുരയിടത്തിൽ ആരാ 3-4-5 ആളുകൾ വന്ന് നിൽക്കുന്നത്. അവരെ കണ്ടിട്ട് ആരോ എനിക്ക് പേടിയായതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അവരുടെ കയ്യിൽ കോടാലിയും കൊഴുവാളും ഈ മരം മുറിക്കുന്ന വാളും ഒക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പുരയിടത്തിലല്ല, ചെന്ന് നോക്കണം അങ്ങോട്ട്. നമ്മുടെ പുരയിടത്തില്ല? ആ, അപ്പുറത്തെ പുരയിടത്തായിരിക്കും. എടാ, എന്റെ പുരയിടത്തിന്റെ അളവ് എനിക്കല്ലേ അറിയാവുന്നത്, അതിന്റെ മതിൽ എനിക്ക് അറിയാവുന്നത്. അപ്പൊ അമ്മ എന്താ പറയണ, മരം മുറിക്കാളെന്നാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പിന്നെ എന്തോന്നാണ്? ഇവൻ ഇതുവഴിയല്ലേ പോണത്? എന്നെ കണ്ണ കുത്തി പൊട്ടിക്ക്. ഞാൻ ഇവിടെ കുറെ ഇവിടെ ഇരിക്കല്ലേ. ചിലപ്പോ അവര് നീ ഇത് ശ്രദ്ധിച്ചിരുന്നോണ്ട് നീ കണ്ടു കാണത്തില്ലായിരിക്കും അവർക്ക് പോണത്. നമ്മളെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആവശ്യമില്ലാത്തൊന്നുമല്ല. എന്തിനു പറയുന്നത്? അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും വരുമായിരുന്ന. ഇപ്പൊ എത്ര പേരെ കാല് വിളിക്കണേ എനിക്ക് പുരയിടത്തിലൊന്നും പോകുന്നു. നാവരില്ലാത്ത കളരി ഇറങ്ങിയല്ലോ. പിന്നെന്ത് മീൻ പെട്ടി വെച്ചെന്ന ഇത് മറ്റേ വാളും കൊണ്ട് അവർ വരും, അതിന് മുറിക്കാനുള്ള വാളും ഒക്കെ ആയിട്ട്. അപ്പോഴവരെ കറക്റ്റ് ചെയ്യേണ്ട ജോലി നിന്റെതാണ് കേട്ടാ. എവിടെയെങ്കിലും പോയി കിടന്നോളായില്ലേ കേട്ടാ. എടേ, നീ ഇതുവരെ ഒന്നും ചെയ്തില്ല ഇതിന്? അണ്ണ എന്തെങ്കിലും തുടങ്ങാനായിട്ട് ഗണപതിക്ക് വല്ലതും വേണ്ടേ അണ്ണ? എടാ, രാവിലെ ഗണപതിക്ക് ഞാൻ വെച്ചില്ലേ അണ്ണ. ചെറുതായിട്ട് ചെറുതായിട്ട് വരണം. എടാ, നിനക്ക് വരും. വാളൊക്കെ കൊണ്ട് മുറിക്കാനുള്ള വാളൊക്കെ ആയിട്ട് അമ്മാര് വരുമ്പോ കൊണ്ടുവരും. എടാ, നീ ഇതൊന്ന് ചെയ്യടാ. നീ മര്യാദക്ക് ഇതിന്റെ ജോലിയാണ് ഉള്ള കാര്യത്തിന് പറയാം. എടാ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, നീ പോയി ആ വെള്ളം നോക്കിട്ടോ. പോ നീ നോക്ക്, കേറ. നീ തുടങ്ങാന്ന് പറഞ്ഞിരിക്കണ. അതെ, ക്ലീറ്റസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വരും എന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ?
എന്തോന്ന്? ഈ മരം മുറിക്കുന്നു വരുന്നു. ഇല്ല, പറഞ്ഞില്ലായിരുന്നു. അത് ഏത് മരം മുറിക്കാൻ പോണെ? അല്ല, ഇവിടെ ഒരു 3-4 മരം എന്റെ കാണിച്ചു തന്നു. പ്ലാവും ഒരു നിങ്ങൾ പറഞ്ഞില്ലേ നില്ല്. അതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ വിലയും സമ്മതിച്ച് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞല്ലോ. നീ ഇടയിൽ കയറി ഇല്ല പറഞ്ഞു അല്ലല്ലോ, നിങ്ങൾ വന്നേ. ആര്? നിങ്ങൾ വാ. നീ ഇവിടെ നില്ലടാ. ചെന്നാ ആരെങ്കിലും വാങ്ങിച്ച തന്നാ മതി. അതെ, നിങ്ങളുടെ അളിയല്ലേ ക്ലീറ്റസ്, പുള്ളി ഇവിടെ ഒരു 3-4 പ്ലാവും 3-4 പ്ലാവും അവിടെ നിന്നൊരു മഹാഗണിയൊക്കെ കൂടെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. ഞാൻ അതിന്റെ വിലയും പറഞ്ഞ് 10,000 രൂപ അഡ്വാൻസും കൊടുത്തു. രാവിലെ മുറിക്കാൻ വരുമെന്ന് പറഞ്ഞു. ഓ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത്. വൈകുന്നേരം ഈ സ്ഥലത്തിന്റെ ഉടമയാണ് നിൽക്കുന്നത്, എൻ്റെ അമ്മ. അല്ല, അമ്മ ഇത് അറിഞ്ഞിട്ടില്ല. അല്ല, നിങ്ങളിപ്പോ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? ഇതെല്ലാം കൂടെ 1 ലക്ഷം രൂപ വേണം, 1 ലക്ഷം രൂപ കിട്ടിയാലേ കൊടുക്കുള്ളൂ എന്നൊക്കെയല്ലേ നിങ്ങൾ അളിയൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ അളിയൻ്റെ അടുത്ത് അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതിന്റെ പേരിലാണ് ഞാൻ 50,000 രൂപ സമ്മതിച്ച് 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു. അപ്പൊ എന്റെ അളിയനാണെന്ന് അറിയാം. നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ അടുത്തൊന്നും ചോദിക്കാറില്ലല്ലോ. അളിയനോ ആവുമ്പോഴത്തേക്ക് ഒരളിയന്റെ കേട്ടാ പോരെ? എന്നാ ഞാൻ പറയാണ്, അങ്ങനെ ഒരു ഇടപാടില്ല, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. തീരുമാനമായത് ഇവിടെ കിടന്ന് കോപ്രായങ്ങൾ കാണിക്കാൻ നിങ്ങൾ ഇവിടെ ഇറങ്ങി പോകുന്നു. നീ എന്നെ കൊന്നിട്ട് അടങ്ങുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടാക്ക്. ഈ സ്ഥലത്ത് അന്യരായ ഒരാൾ കയറി നിൽക്കേണ്ട കാര്യമില്ല. ക്ലീറ്റോയും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ഇടപാട് സംസാരിച്ചിട്ടില്ല. അമ്മ ഇതാണ് കാര്യം അറിഞ്ഞ അമ്മച്ചേ ഞാൻ പറഞ്ഞ സത്യമാണ്. എന്തോന്ന്? ഇദ്ദേഹത്തിന്റെ അളിയല്ലേ ക്ലീറ്റസ്, എന്റെ 10,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ച് ഈ മരങ്ങൾ മുറിച്ചോണ്ട് പോകാൻ സമ്മതിക്കുകയും ചെയ്തു. രാവിലെ ആളും കൊണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ആരെയും പറ്റിക്കാൻ പോകുന്നവരല്ല. അല്ല, നിങ്ങളുടെ അങ്ങനെ പറയണ ഒത്തിരി നിങ്ങളൊന്ന് കേള്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എനിക്ക് പറയാനുള്ള പറയണ്ടേ? ഞാൻ ഇവരൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നവരാ, ആരെയും പറ്റിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങൾ ഈ ഇതുപോലെ മരങ്ങളൊക്കെ ചെന്ന് വാങ്ങിച്ച് കഷ്ടപ്പെട്ട് മുറിച്ച് കൊണ്ടുകൊടുത്ത് ആ കാശിൽ കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്ന. അമ്മ കേൾക്കാൻ പറയണ അമ്മയുടെ മരുപോയി കള്ളം പറഞ്ഞാണ് എന്റെ പൈസ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഈ അളിയന്മാർ തമ്മിലുള്ള വിഷയങ്ങൾ എനിക്കറിയാമോ? അറിഞ്ഞൂടാ. അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മയുടെ മരുവനല്ലേ വാങ്ങിച്ചത്, മകന്റെ പറയണം ആ 10,000 രൂപ എനിക്ക് തിരിച്ചു തരാം, ഞങ്ങൾ പൊക്കോളാം. മക്കളെ എങ്ങനെയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുറാ, പ്രശ്നം ഉണ്ടാക്കണ്ട, കൊടുത്തരാ. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇനി കള്ളം പറയേണ്ട കാര്യമില്ല. അണ്ണ പോടാ. നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തേ. അവിടെ വരുമല്ലോ ഉറപ്പിച്ചിട്ട്. എത്ര കള പൊട്ടി നിൽക്കുന്നു. മുറിച്ചു കൊടുക്കാൻ പോണതോ? അപ്പൊ വിട്ടടക്കൂലേ? വിട്ടു നടക്കും. നിന്നെ ഞാൻ വെട്ടും. മീൻ കഴിവ് വലിയ ഉപകാരം. പക്ഷെ എനിക്ക് നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട്, കേൾക്കണം. നിങ്ങളെ അളിയനെ നിങ്ങൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാ. നിങ്ങളെ മരുമോനെ സത്യം അമ്മച്ചിയാണ് ഞാൻ പറയണത്, സത്യമാണ്. ഇതൊന്നും ശരിയല്ല കേട്ടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നടാ. വിട്ടില്ല. വെട്ടാം. നീ 1/2 ലിറ്റർ വാങ്ങിച്ചു കൊടുത്ത പൈസയും പോയി. അപ്പൊ ഇന്ന് എന്റെ ദിവസം പോയി. നിന്നെ കാലുതറയിൽ ഉറക്കണില്ല. എന്നിട്ടും എന്താ ചേച്ചി എന്ത് പേടിച്ചു? ചേച്ചിനെ നോക്കി പേടിപ്പിക്കണം. സാരമില്ലെന്നാ ഈ 10,000 രൂപ എനിക്ക് തിന്നാതെ കുടിക്കാൻ ഉണ്ടാക്കുന്ന പൈസ എടുത്തൊക്കെ അങ്ങനെ വരവൊന്നുമില്ല. എല്ലാവരും എപ്പോഴും സസ്പെൻഷൻ ഇല്ല. അവിടെ നിന്ന് കിട്ടുന്ന ഉള്ള അവതാരം കൊണ്ട് ജീവിച്ചു പോയപ്പോ കേക്ക് കിട്ടാം. ഇത് വേറെ എന്തോ ആണ്, അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. അത് ക്ലീറ്റോ അങ്ങനെ പറമ്പിലെ മരം ഒന്ന് മുറിച്ച് ക്ലീറ്റോ വിറ്റ് പിന്നെ ക്ലീറ്റോ മനഃപൂർവ്വം മരം നീ എപ്പോഴൊന്നും പഠിച്ചിട്ടില്ലേ? അതൊക്കെ ശരിയായിരിക്കും. ഇതെല്ലാം കണ്ടിട്ടാണ് ഞാൻ അവരെന്ന് പറയുന്നത്. എന്റെ ക്ലീറ്റോ പാവാണ്. പൊന്മാൻ മീൻ പിടിക്കാൻ വേണ്ടി കിണറ്റി ചാടിയപ്പോ അതിനെ രക്ഷിക്കാൻ വേണ്ടി കൂടെ ചാടിയത് എന്റെ ക്ലീറ്റോ. അത്രയ്ക്കും പാവാ മനുഷ്യൻ. അങ്ങനെ ചെയ്യൂല, എനിക്ക് ഉറപ്പ്. എന്തായാലും അവൻ വരട്ടെ, നമുക്ക് അറിയാമല്ലോ. നീ സമാധാനപ്പെടും. നിന്റെ പൈസ ഞാൻ തരാം. തരണോ? വാടാ, വാ, കയറി വാടാ. അവൻ വരുന്നില്ല, ഞാൻ പോണ്.
കേട്ടോ. നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ ആശുപത്രിയിലെ കുഞ്ഞു കട അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി. അങ്ങനെ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ അറിയാതെ ഉണ്ടായ മോളാണോ അത്? നിങ്ങൾക്ക് ഞാൻ അറിയാതെ ഉണ്ടായ മോളാണോ അതെന്ന്? ഞാൻ ഒരുപാട് കുട്ടികളെ ഇതിനു മുമ്പ് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കുണ്ടായ കുട്ടികളല്ല. ഞാൻ സഹായിക്കുന്നവരൊന്നും എൻ്റെ കുടുംബക്കാരോ ബന്ധുക്കാരും അല്ല. സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഞാൻ സഹായിക്കും. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് നിനക്ക് വല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എന്താണ് നിന്റെ പ്രശ്നം? നിങ്ങൾ സഹായിക്കുന്നതോ സഹായിക്കാതിരിക്കുന്നതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതോ ആയിരിക്കണം. അല്ലാതെ ഇവിടുത്തെ പറമ്പിലെ മരം മുറിച്ചല്ല നിങ്ങൾ സഹായിക്കേണ്ടത്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? മരം മുറിച്ച് നിങ്ങൾ അങ്ങ് നാട്ടുകാരെയൊക്കെ സഹായിക്കാന്നോ? ഇവിടുത്തെ പറമ്പിലെ മരം മുറിച്ചില്ലല്ലോ. മുറിക്കാനല്ലേ ആൾക്കാർ വന്നത്. എന്തുകൊണ്ട് മുറിച്ചില്ല? എന്തുകൊണ്ട് മുറിച്ചില്ല? അവൻ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. എനിക്കറിയാം. കനകൻ ആ പൈസ തിരിച്ചു കൊടുക്കുമെന്നും അവൻ ഈ മരങ്ങളൊന്നും മുറിക്കാൻ സമ്മതിക്കൂല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവനെ ഞാൻ ഈ കൊണ്ടുവന്ന് മരം കാണിച്ച് അവൻ്റെ അഡ്വാൻസ് വാങ്ങിച്ചത്. എങ്ങനെ തന്നെ എടി, ഞാൻ നിങ്ങളടുത്തൊക്കെ ഇവിടെ ഞാൻ കേട് വീണ് ചോദിച്ചിട്ടില്ലേ ഒരു 7,500 രൂപ തരാനായിട്ട്? ഞാൻ ഒരിടത്ത് ഒരു കുഞ്ഞിനെ സഹായിക്കാൻ വാക്ക് കൊടുത്തു പോയി. അതിന് നിവൃത്തികേട് കൊണ്ട് ഞാൻ വാക്ക് കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം തൽക്കാലം പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ സഹായം ചോദിച്ചപ്പോൾ എല്ലാവർക്കും എന്നെ കള്ളനാക്കി അവൻ്റെ അമ്മയുടെ ഒരു പടിഞ്ഞ അടിച്ചുകൊണ്ട് പോകുന്നവരോ അവൻ എന്നെ പച്ചയ്ക്ക് പറഞ്ഞു. പിന്നെ അവനോട് ഞാൻ ഇങ്ങനെ ചെയ്താൽ പിന്നെ എങ്ങനെ ചെയ്യണം? ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? ഇല്ല, ഒരു തെറ്റുമില്ല. കൊച്ചിൻ്റെ കാര്യം നടന്നു, മരവും മുറിച്ചില്ല, സംഭവം നടന്നില്ലേ? നീ പൈസ നിങ്ങൾ എങ്ങനെ അവന് തിരിച്ചു കൊടുക്കും? ആ പൈസ അവന് തിരിച്ചു കൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ. ഈ അഥവാ അവന് വേണമെന്ന് നിർബന്ധം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ വരാനുണ്ട്. ആ പൈസ വരുമ്പോൾ ആ വരുന്നതെന്ന് ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ എന്താണ്? അവൻ ചോദിച്ചുകൊണ്ടിരിക്കും, ഞാനത് മൈൻഡ് ചെയ്ത് നടന്നു എൻ്റെ കാര്യം നോക്കി അങ്ങ് പോകും. അത്രേ ഉള്ളൂ. അതെന്നെ മൂക്കിലൊന്നും കയറ്റി കളയില്ലല്ലോ. ഇപ്പൊ പോണ്ട, നാളെ എന്തെങ്കിലും ചെയ്യണം. വയ്യ, പാതിരാത്രി ഇന്ന് ഇടിയോ? എന്നെ ഇനി നോക്കണ്ട, ഞാൻ നാളെ രാവിലെ വരുള്ളൂ. കതവടച്ച് കിടന്നോ.